ഹലോ ഹായ് നമസ്കാരം. നമുക്കിന്നൊരു കാജു മഷ്റൂം മസാല ഉണ്ടാക്കാം. നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന മഷ്റൂം കുറച്ച് വെള്ളത്തിൽ ഉപ്പും ഇട്ട് മഞ്ഞളും ഇട്ട് അതിലേക്ക് കഴുകാൻ വേണ്ടി ഇടുക. നമുക്ക് എത്ര വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാണോ അത്രയും ആയിട്ട് നുറുക്കിയിടുക. ആദ്യം ഒന്ന് വെറുതെ കഴുകുക, അതിനുശേഷം നുറുക്കി ഈ മഞ്ഞളും ഉപ്പും കലർന്ന വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. നമുക്ക് സമയമുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് മഞ്ഞളും ഉപ്പും കലർന്ന വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് വീണ്ടും എടുത്ത് നമ്മൾ നുറുക്കി വെറുതെ സാധാരണ വെള്ളത്തിലേക്ക് ഇട്ടാലും മതി. പെട്ടെന്ന് നമുക്കത് കറിയാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണ് മഷ്റൂം. പല വിധത്തിൽ നമ്മൾ മഷ്റൂം കറി വയ്ക്കും, മസാലയായിട്ട് വയ്ക്കും, അല്ലാതെ നമ്മളൊരു മെഴുക്ക് വരട്ടിയൊക്കെ വയ്ക്കുന്ന പോലെ വയ്ക്കും, പല കുറുമയായിട്ട് വയ്ക്കും. ഇത് സത്യത്തിൽ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇറങ്ങുമല്ല, ഗുൽബർഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ മോൾ അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അവളുടെ കൂടെ അവിടെ പോയി നിന്ന സമയത്ത് അവളുടെ കോളേജിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു, സിദ്ധിപ്രിയ എന്ന് പറയും. ആ റെസ്റ്റോറൻറ്റിൽ ഒരു ദിവസം ചെന്നപ്പോൾ നമ്മൾ കഴിച്ചതാണ് ഈ കറി. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ വെച്ചാണ് ആ മസാലക്കറി കാജു മഷ്റൂം മസാല കഴിക്കുന്നത്. അന്ന് തൊട്ടൊരു ആഗ്രഹമായിരുന്നു അതൊന്ന് ഉണ്ടാക്കണമെന്ന്. ഒരുപാട് പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു. ഒടുവിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടി. അതിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിന് അതിലൊരു ചെറിയ പോർഷൻ മാത്രമാണ് ഉണ്ടാക്കുന്നത്. 2 സവാള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി എല്ലാം നന്നായി ചോപ്പ് ചെയ്യുക. ഇനി കുറച്ച് മസാലയും കൂടെ വേണം. ഗരം മസാല, അതായത് ഏലക്കായും ഗ്രാമ്പൂ കറുവാപ്പട്ടയും കുരുമുളകും, അത്രയും നമുക്ക് ഒരു 2-3 എണ്ണം വീതം ഒന്നെടുക്കാം. അതാണ് ഇതിലേക്ക് ചേർക്കുന്ന മസാലയുടെ പ്രധാനപ്പെട്ട ഭാഗം. ഒടുവിൽ നമ്മൾ ഗരം മസാല ചേർക്കുന്നുണ്ട്, എങ്കിലും ഈ മസാല ഈ എണ്ണയിൽ കിടന്ന് കറിയാവുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇത് നമുക്ക് ബട്ടറിലും ചെയ്യാം, സൺഫ്ലവർ ഓയിലിലും ചെയ്യാം. വെളിച്ചെണ്ണയെക്കാട്ടി നല്ല സൺഫ്ലവർ ഓയിലാണ്. നമ്മളിട്ട മസാല ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിൻ്റെ ചെറുതായി നുറുക്കിയതിട്ട് നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്യാം. അതൊരുമാതിരി ഒരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് സവാള ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റുമ്പോൾ നല്ല ക്ഷമയോടെ തന്നെ വഴറ്റണം. ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളി കൂടി അരിഞ്ഞു വയ്ക്കാം. ഇതിലേക്ക് നമുക്കൊരു വലിയ തക്കാളി ആവശ്യമുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നുറുക്കി വയ്ക്കാം. കൂടെ നമുക്ക് സവാളയൊന്ന് വഴറ്റി കൊടുക്കുകയും ചെയ്യാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരേ സമയം ഒരുപോലെ അടുപ്പിച്ച് വെച്ചിട്ട് കറി ഉണ്ടാക്കാനായിട്ട് ചിലപ്പോഴൊന്നും സാധിച്ചെന്നിരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിനിടയ്ക്കൊക്കെ കൂടിയാണ് ഇതെല്ലാം അരിഞ്ഞൊക്കെ എടുക്കുന്നത്. നമുക്ക് സവാള എളുപ്പം വഴറ്റാൻ വേണ്ടി നമ്മുടെ ടിപ്പായ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് കുറച്ചും കൂടെ ഒന്ന് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരും. നമുക്കിനി അതിനെ ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിരിക്കുമ്പോൾ നന്നായിട്ട് അതൊന്ന് വഴറ്റി വരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ എടുക്കാം. ഇതിൽ കൂടുതൽ എടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. നമ്മളിപ്പോൾ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. ഈ 2 ടീസ്പൂൺ മല്ലിപ്പൊടി തന്നെ വേണം. മല്ലിപ്പൊടിയുടെ ടേസ്റ്റാണ് ഇവിടെ കൂടുതൽ വരുന്നത്. അതിന് കൂടെ നമുക്ക് അതിൻ്റെ 1/3 ഭാഗം മതി മുളക് പൊടി. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി മതിയേ. പിന്നെ നമുക്ക് ഗരം മസാല വേണം. ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല മതി. ഇത് 3ഉമാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ സവാളയൊന്ന് സോട്ടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായി നമുക്ക് കാജു മഷ്റൂം ആണല്ലോ, അപ്പോൾ കുറച്ച് നട്ട്സ് ആഡ് ചെയ്യാം. നട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം, കുഴപ്പമില്ല. നട്ട്സ് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റാണ്. പക്ഷേ ഇത് മസാലയ്ക്ക് വേണ്ടിയുള്ള നട്ട്സാണ്. അപ്പോൾ അത് കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ ചേർക്കുന്നത്. അല്ലാതെ നമ്മൾ നട്ട്സ് ചേർക്കുന്നുണ്ട്,
അത് പിന്നീടാണ്. ഇത് നമുക്ക് ഈ മസാല അരച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ആ പൊടികളും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കാം. അപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി നമുക്ക് ആ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് സോട്ട് ചെയ്യാം. ഈ തക്കാളി നന്നായിട്ട് വെന്തുടയണം, അതാണ് അതിൻ്റെ കണക്ക്. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് നമ്മൾ ചേർക്കാൻ ആഗ്രഹിക്കുന്ന അത്രയും നട്ട്സ് ഒരിച്ചിരി വെള്ളത്തിൽ ഒന്ന് വേവിക്കുക. ഒരുപാട് വെന്തൊന്നും പോകണ്ട, ചെറുതായിട്ടൊന്ന് വേവിക്കുക. അപ്പോൾ അതിനു വേണ്ടി അത്ര നട്ട്സാണ് നമ്മൾ ചേർക്കുന്നത് അത്രയും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ആഡ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഞാനിവിടെ കുറച്ചേ എടുക്കുന്നുള്ളൂ, കാരണം കുറച്ച് പോർഷനില്ലേ മഷ്റൂമുള്ളൂ. അപ്പോൾ ഒരുപാട് വേണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ കുറച്ച് കാജു മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഒരു ചെറിയ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പോഴേക്കും നമ്മൾ വഴിച്ച് വെച്ചിരുന്ന മസാല തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോഴാണ് എല്ലാ മസാലയും കൂടെ ചേർന്നൊന്ന് ബ്ലെൻഡായി വരുന്നത്. ഇനി നമുക്ക് മസാല വഴറ്റാം. അതിലേക്ക് ഞാനിവിടെ ബട്ടറാണ് എടുക്കുന്നത്. ആ ബട്ടറിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഇതിനകത്ത് ജീരകമാണ് പൊട്ടിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ കൂടുതലും ജീരകമാണ് പൊട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ആ ജീരകം ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടില്ലേ, ആ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ജീരകം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അരപ്പ് നന്നായിട്ടൊന്ന് ഈ അരപ്പ് നമ്മൾ ജീരകത്തിൻ്റെ കൂടെ കടന്ന് നന്നായിട്ടൊന്ന് സോട്ടാവണം. അത് പ്രത്യേകം ഒന്ന് ഓർക്കണേ. അത് ശരിക്കും ജസ്റ്റ് ആ ഒരു എണ്ണയൊന്ന് തെളിയുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ആ മിക്സിക്കകത്ത് നമ്മൾ ചേർന്നിരിക്കുന്ന ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് കഴുകി കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം നമുക്ക്. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി അവിടെ ഇരുന്ന് ഇതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് തിളയ്ക്കട്ടെ. എണ്ണ നന്നായി തിളച്ച് കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് മഷ്റൂം ആഡ് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ഓർക്കണം. എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം മാത്രം മഷ്റൂം ആഡ് ചെയ്യാം. മഷ്റൂം ഒന്ന് ഇളക്കി നമുക്കിതിനകത്തേക്ക്, കാരണം ഈ മസാലയും നമ്മളിതിനകത്ത് ചേർത്തേക്കുന്ന എല്ലാം ആ മഷ്റൂമിനകത്തും കൂടെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അതിന് വേണ്ടി നമ്മളൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചേക്കണം. അടച്ച് വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. കണ്ടില്ലേ, പെട്ടെന്ന് റെഡിയായി. അധികമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ നട്ട്സും ആ തിളപ്പിച്ച വെള്ളവും കൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അവിടെ ഇരുന്ന് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. ഇത്രയേ ഉള്ളൂ. സിമ്പിളായൊരു കറിയാണ്. ഇതാദ്യമായി കഴിച്ചത് ഗുൽബർഗയിൽ ചെന്നായതുകൊണ്ട് ഇത് ഞാൻ ഗുൽബർഗയിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഒരുപാട് ഓർമ്മകളുള്ളൊരു സ്ഥലമാണ് എനിക്കത്. നല്ലൊരു സ്ഥലമാണ്. ഒരുപാട് കർഷകരും ഒക്കെയുള്ള സ്ഥലം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.